ബീഹാറിൽ മഹാസഖ്യത്തോട് 11 സീറ്റ് ചോദിക്കാൻ ഒരുങ്ങി CPM. കഴിഞ്ഞ തവണ 4 സീറ്റിൽ മത്സരിച്ച് CPM 2 ഇടത്താണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ മത്സരിച്ചതിന് പുറമെ 7 സീറ്റുകൾ കൂടി വേണമെന്ന് RJDയോട് CPM ആവശ്യപ്പെടും. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, കോൺഗ്രസ് പോലും ഇതിനു മുൻപ് മത്സരിച്ച അത്രയും സീറ്റുകൾ കിട്ടില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഇത്തവണ പറയുന്നത് ജയം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസ് പോലും സ്വന്തം സീറ്റുകൾ നഷ്ടപ്പെടുത്താനാണ് സാധ്യത. അങ്ങനെ CPMന് ഈ ചോദിക്കുന്ന സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? കോൺഗ്രസ് കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ച് വെറും 19 എണ്ണത്തിൽ മാത്രമേ വിജയിച്ചിരുന്നുള്ളൂ. കോൺഗ്രസിന്റെ ആ മോശം പ്രകടനമാണ് ബീഹാറിൽ ഭരണം ലഭിക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് സഖ്യം തന്നെ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഇടതു പാർട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ CPI ML മികച്ച പ്രകടനം നടത്തിയിരുന്നു. CPIക്ക് 6 സീറ്റ് കഴിഞ്ഞ തവണ ലഭിച്ചു. അന്ന് 2 സീറ്റിലാണ് CPIക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. 4 സീറ്റാണ് CPI-Mന് ലഭിച്ചത്. 2 ഇടത്ത് വിജയിച്ചു. ആ 2 ഇടത്തും ചെറിയ ഭൂരിപക്ഷത്തിനാണ് തോൽവി വഴങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആ 4 സീറ്റുകൾക്ക് പുറമെ കൂടുതൽ 7 സീറ്റാണ് CPM ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യപ്പെടുന്ന സീറ്റുകൾ പൂർണിയ, ബിസ്വി, പർബട്ട, മെഹസി, ബഹദൂർപൂർ തുടങ്ങിയിട്ടുള്ള സീറ്റുകളാണ്. അവിടങ്ങളിലൊക്കെ ഇപ്പോൾ കരുത്ത് സഖ്യത്തെ കാണിക്കുന്നതിന് വേണ്ടി പൊതുയോഗങ്ങളും CPM സംഘടിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും 11 സീറ്റില്ലെങ്കിലും ഒരു 5 സീറ്റെങ്കിലും മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മാറണം. കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റെങ്കിലും കൂടുതൽ ലഭിക്കണമെന്നതാണ് CPM ആഗ്രഹിക്കുന്നത്. അതിനുള്ള ചർച്ചകൾ ഉടൻ തന്നെ നടക്കും.